ഇന്നത്തെ ഗോസ്പൽ പാസേജിൽ യേശു ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ഒത്തിരി ആധികാരികത കൂടുതലാണ് എന്ന് തോന്നാറുണ്ട്. യേശു പറയുന്ന വ്യത്യസ്തമായ വാക്കുകളൊന്നുമല്ല, സാധാരണ ഒരു സങ്കടം കേൾക്കുമ്പോൾ മനുഷ്യർ പറയാറുള്ള സാധാരണ വാക്കുകളാണ്. പക്ഷേ പറയുന്നവൻ കുറച്ച് ക്രെഡിബിലിറ്റി കൂടുതലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം യേശു എന്ന് പറയുന്ന വാക്കിങ്ങനെയാണ്: നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ ഒരു ഒറ്റ വാക്യം തന്നെ കാര്യങ്ങളൊക്കെ സംഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് പറയുന്നവൻ മരണത്തിൽ നിന്ന് ഉദ്ധാരത്തിലേക്ക് പ്രവേശിച്ചവനാണ്. എല്ലാ പീഡകളും സഹിച്ച് ആ മരണത്തെ ജയിച്ചവനാണ്. ഒരു സഹനത്തിൽ നിന്നും കുതറി മാറാത്തവനാണ്. അങ്ങനെ ഒരാൾ ഇപ്പോൾ ഉദ്ധാനം ചെയ്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ റെലവൻസും ക്രെഡിബിലിറ്റിയും അല്പം കൂടുതലാണ്. കാര്യം ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ജീവിതത്തിൽ എത്തിച്ചേർന്ന ഒരു ക്രിസ്തു ഈ വാക്കുകൾ പറയുമ്പോൾ കാര്യങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒത്തിരി മനുഷ്യരോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. ഈ പറഞ്ഞ് കേൾവിക്കാർക്ക് അതിനപ്പുറത്തേക്കൊന്നും കാണാൻ കഴിയില്ലാതെ വരുമ്പോൾ അവർ ചില വാക്കുകളൊക്കെ പറയും. പക്ഷേ അതിന് അത്ര ക്രെഡിബിലിറ്റി ഉണ്ടാകില്ല, അതിന് പൂർണ്ണമായിട്ടൊരു ആശ്വാസം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യേശു പറയുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി കൂടുതലാണ്. കാരണം കുറച്ച് ദിവസത്തെ കാത്തിരിപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ക്രിസ്തുവാണ്. ഒരു മരണത്തിന് ശേഷം ഉദ്ധാനത്തിന് വേണ്ടിയുള്ള 3 ദിവസത്തെ കാത്തിരിപ്പുണ്ടെങ്കിൽ ഒരു ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മാറാൻ ദിവസങ്ങളുടെ കാത്തിരിപ്പുകൾ അത്യാവശ്യമാണ്. ഇങ്ങനെ 3 ദിവസം മനുഷ്യപുത്രൻ കാത്തിരുന്നത് പോലെ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ കാത്തിരിക്കുകയാണെങ്കിൽ ആ കാത്തിരിപ്പിന് ഒരർത്ഥമുണ്ട്, കാത്തിരിപ്പിന് ഒരു സൗഭാഗ്യമുണ്ട്, കാത്തിരിപ്പ് കാട്ടിത്തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഈ കാത്തിരിപ്പാണ് ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിക്കാൻ വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കുക. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന പ്രത്യാശയുടെ പേരാണ് ക്രിസ്തു. ഇനിയും സാധ്യതയുണ്ട് എന്ന് ജീവിതത്തിൽ ഓർമ്മിപ്പിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും ഒഴുകുന്ന കണ്ണുനീരിനെയും ഉയരുന്ന പ്രാർത്ഥനയുടെ കരങ്ങളെയും ഒരിക്കലും താഴ്ത്താതിരിക്കുക. കണ്ണുനീരുകൾ നിലയ്ക്കാതിരിക്കട്ടെ, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്: നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ നമ്മളുടെ ദുഃഖങ്ങളൊക്കെ സന്തോഷമാക്കി മാറ്റും. കാത്തിരിപ്പിനേക്കാൾ സുഖമുള്ള ഒരു പ്രാർത്ഥന മറ്റൊന്നുമില്ലല്ലോ.